തിരുവനന്തപുരം ജില്ലയിൽ ആനയറയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വരാഹി പഞ്ചമി ദേവി ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ദുർഗാദേവിയും മഹാവരാഹി ദേവിയും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. സപ്ത മാതൃക്കളിൽ പ്രധാനിയായ വരാഹി ദേവിയെ മഹാവിഷ്ണുവിൻ്റെ വരാഹാവതാരത്തിൻ്റെ സ്ത്രീ സ്വരൂപം അല്ലെങ്കിൽ ശക്തി സ്വരൂപം ഇവിടെ അതീവ പ്രാധാന്യത്തോടെ ആരാധിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും വിശ്വാസങ്ങളും ഒക്കെ നമുക്കൊന്നറിയാം. ഈ ക്ഷേത്രത്തിൽ പഞ്ചമ തിഥികൾക്ക്, പ്രത്യേകിച്ച് ശുക്ലപഞ്ചമി ദിവസങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേക പൂജകളും വിശേഷാൽ ആരാധനകളും ഒക്കെയുണ്ട്. തിരുവനന്തപുരം പേട്ട വെൺപാലവട്ടം റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ്. അതുപോലെ എയർപോർട്ടിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഈ കാണുന്നത്, ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം. ഇവിടുത്തെ വിശേഷാൽ പൂജകളും വഴിപാടുകളും ഒക്കെ വിശദീകരിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് നമ്മൾ മുന്നിൽ തന്നെ കാണുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമല്ല, പ്രത്യേക ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. വളരെ കാലമായിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാത്രമാണ് വരാനൊത്തത്. ഇത്തവണ എന്തായാലും മക്കളുടെ അടുത്ത് വന്നപ്പോൾ ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചു. അതേതായാലും ദേവി സാധിച്ചു തന്നു. ദുർഗാദേവിയും പഞ്ചമി ദേവിയും തുല്യ പ്രാധാന്യത്തോടെ വാണരുളുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും വിശേഷങ്ങളും ഒക്കെ നമുക്കറിയാം. ഈ ക്ഷേത്രത്തിൽ പഴയ കാലത്ത്, ആദ്യകാലത്ത് പ്രധാന പൂജ പന്തിരുനാഴി പൂജയായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ഈ ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമായി കരുതുന്ന വലിയ ഉദയാദിത്യപുരം മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരികളാണ് ആ പൂജകൾ നടത്തിയിരുന്നതായിട്ട് പറയുന്നത്. 1980കളിലാണ് ഇത് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. മുൻഭാഗത്തായിട്ട് കാണുന്ന 2 മൂർത്തികളുടെ ശില്പം തന്നെ അത്യധികം ആകർഷണീയമാണ്. വരാഹി ദേവിക്കായിട്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഒത്തിരി എണ്ണമെന്നുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇതിനു മുൻപ് അധികം കേട്ടിട്ടില്ല. ഇവിടെ പ്രധാനമായിട്ട് 2 ദേവിമാരുടെ പ്രതിഷ്ഠയാണുള്ളതെന്ന് പറഞ്ഞല്ലോ. 6 കൈകളോട് കൂടിയ വരാഹി പഞ്ചമി പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. പഞ്ചമി ദേവിയുടെ വലതുവശത്തായിട്ട് ദുർഗാദേവി പ്രതിഷ്ഠയുമുണ്ട്. ആദിപരാശക്തിയായ ദേവിയുടെ ഒരംശവും സർവ്വസൈന്യാധിപയും ആണ് സപ്ത മാതാക്കൾ 5ാമത്തെ സ്ഥാനവും വഹിക്കുന്ന ശ്രീ വരാഹി പഞ്ചമി ദേവി. അങ്ങനെ വലതും ഇടത്തുമായിട്ട് ഇരുന്ന് ദേവിമാർ അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രമാണ് ഈ മഹാക്ഷേത്രം. സർവ്വവിധ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമൊക്കെയായിട്ട് ധാരാളം ഭക്തർ വളരെ ദൂരദേശത്തു നിന്ന് തന്നെ ഇവിടെ എത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് ദുർഗാദേവിക്ക് നവദീപവും അതുപോലെ പഞ്ചമി ദേവിക്ക് നാളികേര നെയ്വിളക്കും സമർപ്പിക്കുന്ന വഴിപാട് ഇവിടെയുണ്ട്. ഈ വഴിപാട് തുടർച്ചയായിട്ട് 5 തവണ നടത്തിയാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സിദ്ധിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ഭക്തർ ഈ വഴിപാടുകളൊക്കെ നടത്താനായിട്ട് അത്യപൂർവമായി ഉള്ള ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ഞാനും ഈ വഴിപാടുകളൊക്കെ നടത്തി. ആദ്യമായാണ് വരാഹി ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വരുന്നത്. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത്. ശ്രീ ലളിതാംബികയും ശ്രീ വരാഹി ദേവിയും ഒരുമിച്ച് കുടികൊള്ളുന്ന അത്യപൂർവമായ ഒരു ക്ഷേത്രമാണ്. എല്ലാ പൗർണമി ദിവസങ്ങളിലും പ്രത്യേകമായിട്ടുള്ള ഭഗവതി സേവയും കുങ്കുമ അഭിഷേകവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പഞ്ചമി ദിനത്തിൽ ഇവിടെ പ്രത്യേക പൂജകളുണ്ട്. വരാഹി പൂജ നടക്കാറുണ്ട്. ഞങ്ങൾക്ക് അന്ന് അവിടെ ചെയ്യാൻ കഴിയുന്നത് ദുർഗാദേവിക്ക് നവദീപവും അതുപോലെ പഞ്ചമി ദേവിക്ക് നാളികേര നെയ്വിളക്കും സമർപ്പിക്കുന്ന വഴിപാടായിരുന്നു. ആ വഴിപാടുകളൊക്കെ ഞാനും നടത്തി. ആ പൂജ ഇങ്ങനെയാണ്. ക്ഷേത്രത്തിന് പുറത്ത് നമുക്ക് ദുർഗാദേവിയുടെ നടയിൽ നേരെ നിന്ന് നമുക്ക് ആ തരുന്ന ദീപം, നവദീപം ഉഴിഞ്ഞ് വലത്ത് വെച്ച് തൊഴുത് പിന്നീട് ഉള്ളിൽ കയറി ദുർഗാദേവിയുടെ നടയിൽ വെച്ച് അത് തൊഴുത് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് നാളികേര നെയ്വിളക്ക്, അത് 5 വിളക്കാണ്. പഞ്ചമി ദേവിക്കാണല്ലോ. അപ്പോൾ ആ പഞ്ചമി ദേവിക്ക് പുറത്ത്, ക്ഷേത്രത്തിന് പുറത്ത് ഇതേപോലെ തന്നെ ആ നടയിൽ ആരതിയൊക്കെ ഒഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിന് വലത്ത് വെച്ച് പഞ്ചമി ദേവിയുടെ ക്ഷേത്ര നടയിൽ പോയി ആ ദീപമൊക്കെ വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു. എല്ലാ പഞ്ചമി ദിനത്തിലും വരാഹി പൂജ നടക്കാറുണ്ട്. അതുപോലെ കലശ പൂജകളൊക്കെ നടക്കാറുണ്ട്. നവഗ്രഹങ്ങൾക്ക് അവിടെ പൂജ നടക്കുന്ന ക്ഷേത്രമാണ്. രാവിലെ 4:30 മുതൽ രാവിലെ 10 വരെയും അതുപോലെ വൈകിട്ട് 5:30 മുതൽ രാത്രി 8 മണി വരെയുമാണ് ദർശന സമയം. അത്യപൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണിത്. മഹാഭാഗ്യമെന്ന് തന്നെ പറയാം.
ഈ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യന്തം സമാധാനവും ശാന്തതയും തോന്നുന്ന ഒരു പ്രത്യേക പ്രതിഷ്ഠയാണ്, ഒരു പ്രത്യേക അനുഭവമാണ്. അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇനിയും ഇവിടെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ഈ ക്ഷേത്രം സന്ദർശിക്കുക. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.